നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം കുന്നംകുളത്ത് സുരക്ഷാ ക്രമീകരണങ്ങളാകുന്നു. തൃശൂർ റേഞ്ച് ഡിഐജി എസ് അജിത ബീഗം സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി 1500-ലധികം പോലീസിനെ വിന്യസിക്കും. പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ ഇറങ്ങുന്ന ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൌണ്ട്, പൊതുയോഗം നടക്കുന്ന കുന്നംകുളം ചെറുവത്തൂർ ഗ്രൌണ്ട് എന്നിവിടങ്ങളിലാണ് ഡിഐജി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയത്. ഏപ്രിൽ 15-ന് രാവിലെ 11 മണിക്കാണ് കുന്നംകുളം ചെറുവത്തൂർ ഗ്രൌണ്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലത്തൂർ, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ ബിജെപി സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി 1500-ലധികം പോലീസിനെ വിന്യസിക്കുമെന്നാണ് വിവരം. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ, കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അബ്ദുൾ ബഷീർ, ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സി സുന്ദരൻ, കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ, ഗുരുവായൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ VC സൂരജ് എന്നിവരും ഡിഐജിയോടൊപ്പം ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുമെന്നാണ് വിവരം. CCTV ന്യൂസ്, കുന്നംകുളം. പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്രസേനയുടെ നേതൃത്വത്തിൽ റൂട്ട് മാർച്ച് നടത്തി. പട്ടാമ്പി, വല്ലപ്പുഴ, ഓങ്ങല്ലൂർ പ്രദേശങ്ങളിലാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള റൂട്ട് മാർച്ച് നടത്തിയത്. പട്ടാമ്പി നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വല്ലപ്പുഴ, പട്ടാമ്പി, ഓങ്ങല്ലൂർ, കാരക്കാട് എന്നിവിടങ്ങളിലാണ് കേന്ദ്രസേനയും പോലീസിന്റെയും നേതൃത്വത്തിൽ സംയുക്ത റൂട്ട് മാർച്ച് നടത്തിയത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് റൂട്ട് മാർച്ച് നടത്തിവരുന്നത്. കേന്ദ്രസേനാ വിഭാഗമായ CRPF-ഉം പട്ടാമ്പി പോലീസും ചേർന്നാണ് റൂട്ട് മാർച്ച് നടത്തിയത്. 50ഓളം സേനാംഗങ്ങൾ റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു. മത സാമുദായിക സ്പർദ്ധകളും രാഷ്ട്രീയ സംഘർഷ സാധ്യത ഏറിയതുമായ പ്രദേശങ്ങളിലാണ് നിയമവ്യവസ്ഥ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇത്തരത്തിലുള്ള റൂട്ട് മാർച്ച് നടത്തുന്നത്. പൊതുജനങ്ങളുടെ ഭീതി അകറ്റി ഭയം വേണ്ട, ഞങ്ങളുണ്ട് എന്ന ലക്ഷ്യവുമായാണ് സായുധ സേനകൾ റൂട്ട് മാർച്ച് നടത്തുന്നത്. കാലാവസ്ഥ ചതിച്ചു. ഒതളൂർ ബണ്ട്, കടവല്ലൂർ പാടങ്ങളിലെ 500 ഏക്കറിലധികം നെൽകൃഷി വെള്ളമില്ലാതെ ഉണങ്ങി നശിക്കുന്നു. കോടികളുടെ നാശനഷ്ടമാണ് ഈ മേഖലയിൽ കർഷകർക്കുണ്ടായിട്ടുള്ളത്. കാലാവസ്ഥ ചതിച്ചതോടെ തൃശൂർ, മലപ്പുറം ജില്ലാതിർത്തിയിലെ ഒതളൂർ ബണ്ട്, കടവല്ലൂർ പാടങ്ങളിലെ 500 ഏക്കറിലധികം നെൽകൃഷിയാണ് വെള്ളമില്ലാതെ ഉണങ്ങി നശിക്കുന്നത്. ഒരേക്കർ കൃഷി ചെയ്യാൻ 40,000 രൂപയോളം കർഷകർ ചെലവിടണം. കടമെടുത്തും പണയപ്പെടുത്തിയും നടത്തിയ കൃഷി നശിച്ചതോടെ വൻ ബാധ്യതയാണ് കർഷകർക്കുണ്ടായിട്ടുള്ളത്. 2 കോടിയിലധികം രൂപയുടെ നാശനഷ്ടമാണ് ഈ മേഖലയിൽ കർഷകർക്കുണ്ടായിട്ടുള്ളത്. തുലാം, വൃശ്ചിക മാസങ്ങളിൽ പെയ്ത മഴ മൂലം കൃഷി 1 മാസം വൈകി നടത്തിയതാണ് കൃഷിനാശത്തിനിടയാക്കിയത്. വൃശ്ചിക മാസത്തിൽ പോലും ബണ്ടിന്റെ ഉയരത്തിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയായിരുന്നു. പിന്നീട് ചെറിയ മോട്ടോറുകൾ ഉപയോഗിച്ച് പമ്പ് ചെയ്താണ് കടവല്ലൂർ പാടശേഖരത്തിൽ കൃഷി ഇറക്കിയത്. കടവല്ലൂർ പാടശേഖരത്തിൽ നിന്നും വെള്ളം പമ്പ് ചെയ്തതോടെ കൃഷി നടത്തുന്ന ഒതളൂർ ബണ്ട് ഭാഗത്ത് കൃഷി ഇറക്കാൻ കഴിയാതെയായി. പിന്നീട് വെള്ളം താഴ്ന്നതോടെയാണ് 1 മാസം വൈകി ഇവിടെ കൃഷി ഇറക്കാൻ സാധിച്ചത്. കൂടാതെ 100 അടി തോടിന് ആഴമില്ലാത്തതും കൃഷിയിടങ്ങളിലേക്ക് കൂടുതൽ വെള്ളം കയറാൻ ഇടയാക്കി. 100 അടി തോട്ടിൽ നിന്നും പൊന്തയും മറ്റും നീക്കിയതല്ലാതെ ആഴം കൂട്ടാൻ അധികൃതർ തയ്യാറായില്ല എന്നാണ് കർഷകർ പറയുന്നത്. അപ്പോൾ തുലാമാസം ഫസ്റ്റിൽ ഇവിടെ വെള്ളം ഈ റോഡിനോട് മുട്ടിക്കെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. വൃശ്ചിക മാസത്തിലും മഴ പെയ്തു. ഈ തുലാമാസം വൃശ്ചികത്തിലും മഴ പെയ്തിട്ട് വൃശ്ചികം ലാസ്റ്റാണ് ഇവിടെ ചെറിയ പമ്പുകൾ വറ്റിച്ചിട്ടാണ് കൃഷി ഇറക്കിയത്. അതുകൊണ്ടാണ് നമുക്കിവിടെ കൃഷി ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് തുലാമാസത്തിൽ തന്നെ ഇവിടെ വെള്ളം ഫുള്ള് കിടക്കുന്ന ടൈമിൽ വലിയ പമ്പുകൾ വെച്ചിട്ട്, സബ്മേഴ്സിബിൾ പമ്പോ അല്ലെങ്കിൽ പെട്ടിമറകൾ വെച്ചിട്ട് വെള്ളം വറ്റിച്ച് തുലാമാസത്തിൽ തന്നെ കൃഷി ഇറക്കിയെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടുത്തെ കൃഷി വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് 40 കൊല്ലത്തോളം തരിസ് കിടന്ന ഭൂമി ഇപ്പോൾ കൃഷിയോഗ്യമാക്കിയിട്ട് 3ാമത്തെ വർഷം അത്. ഈ 3 വർഷം നമുക്ക് ഇതേ ഗതികേടാ സംഭവിച്ചത്. കൃഷി വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആയതുകൊണ്ട് ഇതിൻ്റെ അധികാരികളോട് ഇപ്പോൾ ഈ 500 ഏക്കറോളം മേലെ ഉണങ്ങിക്കിടക്കുന്നത് വളരെ ദയനീയമായ, കൃഷിക്കാരെല്ലാവരും കടക്കിണിയിലായി വളരെ പ്രയാസത്തിലാണ്. തുലാം ആദ്യവാരത്തിൽ ഈ മേഖലയിൽ കൃഷി ഇറക്കിയാൽ മാത്രമേ വേനലിനെ അതിജീവിച്ച് കൃഷി ലാഭകരമാക്കാൻ കഴിയൂ. 40 വർഷമായി തരിച്ചു കിടന്നിരുന്ന കടവല്ലൂർ പാടത്ത് 3 വർഷം മുമ്പാണ് കൃഷി ഇറക്കി തുടങ്ങിയത്. ഈ 3 വർഷവും ഇവിടെ കൃഷി നടത്തി നഷ്ടത്തിലായെന്നും കർഷകർ പറയുന്നു. തോടിന് ആഴം കൂട്ടിയും വെള്ളം പമ്പ് ചെയ്യാൻ വലിയ മോട്ടോറുകളും പെട്ടിയും പറയും ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ തുലാം ആദ്യവാരത്തിൽ തന്നെ കൃഷിയിറക്കി നാശനഷ്ടമില്ലാതെ കൊയ്തെടുക്കാൻ കഴിയുമെന്നാണ് കർഷകർ പറയുന്നത്.
എന്നാൽ ഉദ്യോഗസ്ഥർ കടമകൾ തീർക്കാനുള്ള പ്രവർത്തനം മാത്രമാണ് ഈ മേഖലയിൽ നടത്തുന്നതെന്നാണ് കർഷകരുടെ ആരോപണം. CCTV ന്യൂസ് തൃത്താല. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ഒരു മാസക്കാലം നീണ്ടുനിന്ന ആത്മചൈതന്യത്തിൽ നിന്നും നേടിയെടുത്ത വിശുദ്ധിയോടെ ഇസ്ലാം മത വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കാനൊരുങ്ങി. ഒരു മാസക്കാലം അന്നപാനീയങ്ങളും വികാര വിചാരങ്ങൾ വെടിഞ്ഞും മനസ്സും ശരീരവും അള്ളാഹുവിലേക്ക് അർപ്പിച്ചും ഖുർആൻ പാരായണം നടത്തിയും തറാവീഹ്, തസ്ബീഹ് തുടങ്ങി സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ചുമാണ് ആത്മസംശുദ്ധിയോടെ വിശ്വാസികൾ പെരുന്നാൾ ആഘോഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. മാനത്ത് ശവ്വാൽ അമ്പിളി കണ്ടുകഴിഞ്ഞാൽ വീടുകൾ തക്ബീർ ധ്വനികളാൽ മുഖരിതമാകും. നോമ്പിന്റെ പൂർണ്ണത ലഭിക്കാനായി ഫിത്തർ സക്കാത്ത് നൽകും. പെരുന്നാളിന് ഒരാൾ പോലും പട്ടിണി കിടക്കരുതെന്നാണ് ഫിത്തർ സക്കാത്തിന്റെ ലക്ഷ്യം. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ റംസാൻ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിലായിരുന്നു സംഗമം നടത്തിയത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിലാണ് റംസാൻ സൗഹൃദ സംഗമം നടത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് K. റഷീദ് അധ്യക്ഷത വഹിച്ചു. പദ്ധതി നിർവഹണം സംസ്ഥാനത്ത് 4 ജില്ലയിൽ 1 സ്ഥാനം നേടിയ പരുതൂർ പഞ്ചായത്തിനുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഉപഹാരം പ്രസിഡന്റ് ഗീത മണികണ്ഠൻ പരുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സക്കറിയ കൊടുമുണ്ടയ്ക്ക് സമ്മാനിച്ചു. മുൻ ബ്ലോക്ക് പ്രസിഡന്റുമാരായ V. അഹമ്മദ് കുഞ്ഞി, സജിത വിനോദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PP ഉണ്ണികൃഷ്ണൻ, ഷൈമ ഉണ്ണികൃഷ്ണൻ, PT മുഹമ്മദ് കുട്ടി, PTM ഫിറോസ്, PK ബഷീർ, MK മുഹമ്മദ്, ഷെഫീന ഷുക്കൂർ, K. ബിന്ദു, P. പ്രസന്ന, K. സരിത, മുനിസിപ്പൽ കൗൺസിലർ CA റാസി, K. മുജീബുദ്ദീൻ, ബ്ലോക്ക് സെക്രട്ടറി KK സുപ്രഭ, ബ്ലോക്ക് പഞ്ചായത്ത് പ്ലാനിംഗ് ബോർഡ് അംഗം വിജയൻ പൂവക്കോട്, ഉദ്യോഗസ്ഥർ, പൊതുപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. വല്ലപ്പുഴയിൽ കണിവെള്ളരി ഉൾപ്പെടെയുള്ള പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് തുടങ്ങി. ഇത്തവണ 30 ഏക്കറോളം സ്ഥലത്താണ് പച്ചക്കറി കൃഷി നടപ്പാക്കിയത്. ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താൻ കഴിയാത്തത് കർഷകരെ ദുരിതത്തിലാക്കുന്നുണ്ട്. വിഷുവിപണി ലക്ഷ്യമിട്ടാണ് വെല്ലപ്പുഴ പഞ്ചായത്തിൽ ഇത്തവണ 30 ഏക്കറോളം പാടശേഖരത്തെ പച്ചക്കറി കൃഷി നടപ്പാക്കിയത്. കൃഷിയിലെ വിളവെടുപ്പ് തുടങ്ങി. പച്ചക്കറി കൃഷിയിൽ പ്രധാനം കണിവെള്ളരി തന്നെയാണ്. വിഷുവിന് കണി കാണാൻ കണിക്കൊന്ന എന്ന പോലെ പ്രധാനപ്പെട്ടതാണ് കണിവെള്ളരിയും. പഞ്ചായത്തിലെ കുറുവട്ടൂർ, ചെറുകോട്, മലപ്പുറം ഉൾപ്പെടെയുള്ള പാടശേഖരങ്ങളിലാണ് പച്ചക്കറി കൃഷി ഇറക്കിയിരിക്കുന്നത്. മുൻവർഷങ്ങളിൽ ജലസേചന സൗകര്യത്തിന്റെ അപര്യാപ്തത ഉണ്ടായിരുന്നുവെങ്കിലും ഇത്തവണ ഇതിനെല്ലാം പരിഹാരമായാണ് പച്ചക്കറി കൃഷി ഇറക്കിയിട്ടുള്ളത്. കണിവെള്ളരിക്ക് പുറമെ കുമ്പളം, മത്തൻ, പയർ, വെണ്ട, ചിരങ്ങ, കായ്പയ്ക്ക തുടങ്ങി ഒട്ടുമിക്ക പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. കനാല് വെള്ളം വന്നിട്ട് ഞങ്ങൾക്ക് വെള്ളത്തിനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് ഇവരെല്ലാവരും കൂടിയിട്ട് പരിഹരിച്ചു തന്നു. അതുപോലെ ഇവര് എൻ്റെ ഭർത്താവ്, പിന്നെ കെബീറാക്ക, ഇവരെല്ലാവരും കഷ്ടപ്പെട്ടിട്ട് കനാലിൽ അവിടെയൊക്കെ പോയിട്ടാണ് വെള്ളം തിരിച്ചു കൊണ്ടുവന്നത്. അങ്ങനെ ഒരുപാട് സഹായങ്ങൾ കൃഷി ഓഫീസിൽ നിന്നും അതുപോലെ തന്നെ പ്രസിഡന്റ് ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെ കൃഷിയാണ് നടത്തുന്നത്? ഞങ്ങൾ കാര്യമായിട്ട് കുമ്പളനാണ്. പെരുന്നാൾ കുമ്പളം, അതായത് ചെറുപെരുന്നാൾ കുമ്പളം പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്, അവിടെ മുകളിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളുടെ കംപ്ലീറ്റ് വിറ്റ് ചിലവായി. നമ്മുടെ വല്ലപ്പുഴ, അങ്ങനെ മരുതൂര്, പട്ടാമ്പി, അങ്ങനെ ആ ഭാഗങ്ങളിൽ, പിന്നെ ഓങ്ങല്ലൂര്,
പിന്നെ കൈലിയാട്, അങ്ങനെ മോളൂര്, അങ്ങനെയുള്ള നമ്മുടെ ഈ ചുറ്റുവട്ട ഭാഗങ്ങളിലൊക്കെ നമ്മുടെ കൃഷിയാണ് എല്ലാവരും ഇപ്പോൾ ഇറക്കിയിടുന്നത്. ഒരുവിധം ഞങ്ങൾ വെള്ളരി ഉണ്ട്, കണി വെള്ളരി ഉണ്ട്, അതുപോലെ കുമ്പളം ഉണ്ട്, പിന്നെ മത്തൻ, പിന്നെ അതുപോലെ വെണ്ട, പയറ്, ഇതൊക്കെ ഞങ്ങൾ നടത്തുന്നുണ്ട്. മുഹമ്മദ് ഹനീഫ, കബീർ കൊടക്കാടൻ, അബ്ദുറഹ്മാൻ, കോയ, അലി, യൂസഫ്, ശാരദ, അലി നൊഴിക്കിൽ തുടങ്ങി കർഷകരുടെ നേതൃത്വത്തിലാണ് പ്രധാനമായും കൃഷി ഇറക്കിയിരിക്കുന്നത്. മികച്ച വിളവും ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താനാവില്ലെന്നാണ് ഇവരുടെ പ്രധാന പ്രശ്നം. ഇതിനൊരു സംവിധാനം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. കൃഷി വിപണിയില്ല. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കിത് വിറ്റ് വയ്ക്കാനുള്ള ഒരു ഭാഗത്തൊന്നുമില്ല. അതിൽ നല്ല കൊണ്ട് വിറ്റ് ചിലവാക്കുള്ള വല്ല ഭാഗങ്ങളും ഉണ്ട് വെച്ചാൽ ഏറ്റവും നല്ല. ഇത് ഞങ്ങൾ 1 കിലോ വെള്ളരിക്ക ഉണ്ടായാൽ അത് 3 വീടുകൾ തെണ്ടിയിട്ട് വേണം വിറ്റ് വയ്ക്കണമെങ്കിൽ. ഇതങ്ങനെയല്ല, ഒന്നിച്ച് ഞങ്ങൾക്ക് ലേശം വില കുറഞ്ഞാലും ഇത് ഒന്നിച്ച് പോകുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും അരി മേടിക്കാൻ കിട്ടും. മറ്റേത് ഞങ്ങൾക്ക് ഒരു ഉപകാരം കൊണ്ട് പെടുന്നില്ല. മറ്റെന്താ ഒരു കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ 10-500 കിട്ടും. അത് ഞങ്ങൾ വരുമ്പോൾ വേറെ എന്തെങ്കിലും സാധനം മേടിക്കും. ഇതങ്ങനെയല്ല, കുറച്ചും കൂടി വില കുറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒന്നിച്ചാണ് പോയി കഴിഞ്ഞാൽ 10,000-5000 ഒന്നിച്ച് കിട്ടും. അപ്പം ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കും. ഇതങ്ങനെയല്ല, തെണ്ടിച്ചുണ്ടാക്കാനല്ല പണി, ഇത് വിറ്റ് വയ്ക്കാനാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലം കൃഷിഭവനാണ് ഏറ്റെടുത്തു. അതുകൊണ്ട് എന്താണ് കാശ് ഞങ്ങൾക്ക് പിന്നെ കിട്ടുള്ളൂ. ഞങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരങ്ങളായി. ഇപ്രാവശ്യം ഇതാ വിൽക്കാതിൻ്റെ കുറേ വെള്ളരി വിൽക്കാതെ കിടക്കുക. കീടങ്ങളുടെ ശല്യം, അതിനുള്ള ചെറുതായ നല്ല ഇനം മരുന്നുകൾ, ഇപ്പോൾ ഈ വേണി തന്നെ മരുന്നുകളൊക്കെ ഫ്രോഡച്ച നമ്മൾ തന്നെ നശിച്ചു പോകണം മരുന്നുകളാണ്. അതല്ലാത്ത വേറെന്തെങ്കിലും നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ വലിയ ഇത് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധനം വിൽക്കുന്നതുകൊണ്ടല്ല പ്രശ്നം, നമുക്ക് ഇത് അനുഭവിക്കണം, നമ്മുടെ മക്കൾക്കും. ഇതിലേത് വിളവുണ്ടായാലും ആദ്യത്തിലുണ്ടായ ഞങ്ങൾ പുറത്ത് കൊടുക്കില്ല, അത് ഞങ്ങൾ കൊണ്ട് കഴിക്കാൻ. ആദ്യത്തിൻ്റെ വിഷം ഞങ്ങൾ തന്നെ തിന്നണം. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു സംവിധാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും നന്നായിരുന്നു എന്നുള്ളൊരു നന്ദിയാണ് പറയുന്നത്. ഇതോടെ നെളിയോറ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.